തിരുവോണ ദിവസമായ ഇന്ന് നമുക്ക് ഓർഡേഴ്സോളും ഉണ്ട് ഡെലിവറികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ആദ്യം കേക്കെല്ലാം ഫൈനൽ കോട്ട് ചെയ്ത് ഫോട്ടോ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം ഡെലിവറിക്ക് ഡ്രസ്സ് മാറ്റിയപ്പോൾ ലച്ചുണി ആവശ്യമില്ലാതെ വാശി പിടിക്കുന്നു, അവളുടെ കൂടെ ഡാൻസ് കളിച്ചില്ലെങ്കിൽ തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ആ കുട്ടികളുടെ കൂടെ കുറച്ച് നേരം നിന്നതിന് ശേഷം ഡെലിവറിക്ക് പോയി. ഞാൻ തിരിച്ചു വരുമ്പോൾ 9 മണിക്ക് ഇറങ്ങി തിരിച്ചു വരുമ്പോൾ 12:30 ആവാറായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 2-3 തവണ അച്ഛൻ വിളിച്ചു, ഓണല്ലേ വേഗം വാ ഭക്ഷണം കഴിക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ വരുമ്പോഴേക്കും വിഭവങ്ങളെല്ലാം പാത്രങ്ങളിലാക്കി വെച്ചിട്ട് അച്ഛമ്മക്ക് ആദ്യം ഫുഡ് കൊടുത്തു, പിന്നെ അനിയന് ആദ്യം ഫുഡ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ എല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു കേട്ടോ. അമ്മയും അച്ഛമ്മയും മേലെ ടേബിളിലിരുന്നു, ഞങ്ങളെല്ലാവരും താഴെ ഇരുന്നു കേട്ടോ. അപ്പോൾ നല്ല വയറ് നിറയെ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇന്ന് ഡയറ്റ് ഒന്നും നോക്കാൻ നിന്നില്ല, അടിപൊളിയായിട്ട് പായസമൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. അതിനുശേഷം വീണ്ടും ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ താത്തമാരനൊന്ന് കാണാൻ പോയി. ഓണ വിഭവങ്ങൾ അവർക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അച്ഛൻ വഴുതനങ്ങ എല്ലാം പൊട്ടിച്ചു തന്നു താത്താക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ 3 മണി വരെയുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും ഹാപ്പി ഓണം.